ഷാഹിന, ഡി ഷാഹിന, എന്താടി നീ ഇങ്ങനെ? എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായി കാണാനേ ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്. റുക്യാത്ത വളരെയധികം ദേഷ്യത്തോടെയാണ് ഷാഹിനയോട് പറയുന്നത്. എന്നാൽ ഭർത്താവ് ഷാഹിനയെ എപ്പോഴും ആശ്വസിപ്പിക്കും. സാരല്ല ഷാഹിന, മക്കളെ നമുക്ക് പഠിച്ചോൻ തരുന്നതല്ലേ, പഠിച്ചോൻ തരുന്ന മക്കളെ നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം. അല്ലാതെ നമ്മൾ വിചാരിച്ചെന്ന് കരുതിയിട്ട് മക്കൾ ഉണ്ടാവില്ലല്ലോ. ഇക്ക, ഇനിയും സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മാൻ്റെ സ്വഭാവം. ഉമ്മ എന്നെ നിരന്തരം ചീത്ത പറയാണ്. പേരക്കുട്ടിയെ വേണം, അങ്ങനെ വേണം, എല്ലാവർക്കും മക്കളായി എന്നൊക്കെ പറഞ്ഞ്. ഇക്ക, ഞാൻ എന്ത് ചെയ്യുക? 5 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇക്കാക്കൊരു കുഞ്ഞിക്കാല് തരാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ ഷാഹിന, നീ എന്താ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് നിൻ്റെ കഴിവുകേട് കൊണ്ടല്ലല്ലോ. നമുക്ക് പഠിച്ചോൻ തരുന്നില്ല, അത് നമ്മൾ ശ്രമിക്കായിട്ടുമല്ല. അതിനിപ്പോൾ എന്താ ഉമ്മ എത്രമാത്രം ചൂടാകാൻ? എന്നാൽ അന്ന് ഷാഹിന അതാ ഭർത്താവ് ഷമീറിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഉമ്മ പറഞ്ഞത്, ഡാ ഷമീറേ, എത്ര കാലായടാ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ലേ, നാണല്ല നിനക്ക്? എന്നോട് ആൾക്കാർ ചോദിച്ച് മടുത്തു. എന്താടി, മരോൾക്ക് പള്ളിയിലുണ്ടാണില്ലേ, മരോൾക്ക് ഗർഭമില്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എൻ്റെ പൊന്നാറ് ഷമീറേ, എന്നെക്കൊണ്ട് ഇത് കേൾക്കാൻ വയ്യ, ഞാൻ കേട്ട് മടുത്തു. എന്നാൽ ഷമീർ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്തോ ആളുകൾ ഇങ്ങനെ ഈ വിവരമില്ലാത്ത ചോദ്യം ചോദിക്കുന്നതിന് ഉമ്മ എന്തിനെങ്ങനെ ടെൻഷനാവുന്നത്? എടാ ഷമീറെ, എനിക്കുണ്ട് ചില അന്തസ്സൊക്കെ. അതെ, ഈ തറവാട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണില്ലെന്ന് വെച്ചാൽ അത് നടക്കൂല. അതെ, എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞില്ലെന്ന് വേണ്ട. ഉമ്മ എന്തുദ്ദേശിക്കുന്നത്? ഷമീറെ, അതൊക്കെ ഞാൻ നിന്നോട് പറയാം. അതൊക്കെ ഞാൻ വഴിയെ തീരുമാനിച്ചോളാം. അല്ലാതെ ഇവിടെ ഇങ്ങനെ അനാഥം ആയി കിടക്കണ ഈ വീടേ, എൻ്റെ സ്വത്തിൻ്റെ അവകാശികളൊക്കെ ഇനി ആരായിരിക്കും മക്കളില്ലാഞ്ഞാൽ? പിന്നെ അതുമല്ല, കേൾക്കണോരൊക്കെ ഇതിനെപ്പറ്റി പറയണം. എന്താ മച്ചിയാണോ ഷാഹിന? ഇത് കേട്ട് ഞാൻ മടുത്തു. ഇനിയും ആവൂല ഇത് കണ്ടോണ്ടിരിക്കാൻ. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? ഓളുടെ മുമ്പിന്ന് നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. അനക്ക് പേടിയാണല്ലേ ഓളെ? അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പേടിക്കൽ കുറച്ച് കൂടുതലാണ്. അല്ലുമ്മ, അവൾ പാവാണ്. എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് പഠിച്ചോൻ തരുന്ന നേരമാകുമ്പോൾ തരും. നമ്മൾ വിഷമിക്കണ്ട, നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എന്താ ഉമ്മ നിങ്ങളിങ്ങനെ പറയുന്നത്? എടാ ഷമീറെ, ഞാൻ വേറെ പലതും തീരുമാനിച്ചോളാം, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാൽ ഷമീറിന് ആകപ്പാട് ടെൻഷനായി. ഷാഹിന റൂമിൽ പോയി കരയുകയാണ്. ഷമീർ അതാ റൂമിലേക്ക് കടന്നു. ഷാഹിന, എന്താ ഇക്കാൻ്റെ കുട്ടി കരയുന്നത്? ഇക്ക, കേട്ട് മടുത്തു, ഇനിയും ആവില്ല ഇത് കേൾക്കാൻ. മരുന്ന് കുടിക്കായിട്ടല്ലല്ലോ, ചികിത്സ ചെയ്യായിട്ടല്ലല്ലോ, 5 വർഷമായി എൻ്റെ ഇക്കാക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഷാഹിന, അതിന് നീ എന്താ? അതൊക്കെ പഠിച്ചതല്ലേ നമുക്ക് തരിക. അതൊക്കെ ശരിയാണ്, പക്ഷേ ഉമ്മയുടെ ചേത്തിയും വാക്കും കേട്ട് മടുത്തു വെക്കുക. ഇനി ആവില്ല കേൾക്കാൻ. എന്താ നിൻ്റെ ഉദ്ദേശം? ഒന്നുമില്ല, ഉമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ അതാ അവൾ വിശദീകരിക്കുന്നു. ഷാഹിന, അതെ, ഷമീർ ഇപ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു കാര്യം അവനോട് പറയണം. എന്തോ ഉമ്മ? അതായത് നിങ്ങൾ വേറൊരു പെണ്ണും കൂടി കെട്ടിക്കോളി എന്ന് പറയണം. കാരണം ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണണമെങ്കിലേ വേറൊരു പെണ്ണ് വന്ന് കയറന്നെ വേണ്ടിരും. അല്ലാതെ ഒരിക്കൽ പോലും ഇവിടെ കുഞ്ഞിക്കാലൊന്നും കാണാൻ പോണില്ല. ഉമ്മ, അതേടി, എന്തേ? ഈ ഏതായാലും പ്രസവിക്കൂല, എന്നാൽ വേറെയുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കയറ്റിയിട്ട് പ്രസവിച്ചിപ്പിച്ചൂടെ? അനക്ക് ഈ എന്തിനാണ് ഇങ്ങനെ അവൻ്റെ കൂടെ ഇങ്ങനെ ഒട്ടി നടക്കണത്? ഒന്ന് മാറിക്കൊടുത്തൂടോ അവൻ്റെ ജീവിതത്തിൽ നിന്ന്. ഉമ്മ, ഞാൻ ഇജ്ജ് മോങ്ങിയിട്ട് കാര്യമില്ല. എന്തായാലും ഇന്ന് ഓൻ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ ഓനോട് പറയണം, ഇക്ക നിങ്ങൾ മറ്റൊരു പെണ്ണിനെ കൂടി കല്യാണം കഴിച്ചോളി. എന്നാൽ പിന്നെ അവളിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്കിലും കാണാലോ ഉമ്മാക്ക് എന്നെങ്കിലും ഈ പറയണം, മനസ്സിലായല്ലോ? എന്നാൽ ഷാഹിനക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവൾ റൂമിലേക്കോടി വിതുമ്പി കരയുകയായിരുന്നു. ഇക്ക, ഓഹോ, അപ്പോൾ ഉമ്മാക്ക് ഞാൻ വേറെ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയാണല്ലേ? ഷാഹിന, എന്നെക്കൊണ്ടാവില്ല ഇത്, ഇതൊരിക്കലും കഴിയില്ല. നീ അല്ലാത്തൊരു പെണ്ണിനെ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഇക്ക, അങ്ങനെ പറയരുത്, നിങ്ങൾ കല്യാണം കഴിച്ചോളി, വേറെ എനിക്ക്. ഷാഹിന, നിനക്ക് എങ്ങനെ എന്നോടിത് പറയാൻ തോന്നുന്നു? ഞാൻ നിന്നെ എനിക്കങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. മക്കളെ തരുന്നവന് പഠിച്ചവനാണ്. ഇനിയിപ്പോൾ അതല്ല, അവളെ കല്യാണം കഴിച്ചു കാണാൻ വേറെ അതിലും മക്കളില്ലെങ്കിലോ വേറെ കെട്ടേ?
ഇക്ക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മാൻ്റെ വാക്കുകൾ. എടാ ഷമീറേ, 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 വാതിൽ തുറക്ക്. അവരുടെ ബെഡ്റൂമിൻ്റെ വാതിൽ അതാ ഉമ്മ തള്ളി തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഷമീറേ, എന്താടാ അവിടെ പിറുപിറുക്കണേ? ഡീ, നീ അവളോട് പറഞ്ഞില്ലേ? ആ, ഉമ്മ വിളിക്കുന്നുണ്ട്. ആ, എന്താ? ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഓളെന്നോട് അതെങ്ങാനും പറഞ്ഞോ? ഉമ്മ ഉമ്മ എന്താ പറയുന്നത്? അതേടാ, 5 കൊല്ലായി 6ാം കൊല്ലത്തേക്ക് കിടക്കുകയാണ്. ഇനിയും വെച്ചുകൊണ്ടെന്നാലേ എനിക്ക് ഈ തറവാട്ടിൽ നിൽക്കാൻ കഴിയൂല. എല്ലാവരും മച്ചിയാണോ 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 എന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഒരു കല്യാണത്തിന് ഒരു പരിപാടിക്ക് ഒന്നും എനിക്ക് പങ്കെടുക്കാൻ കഴിയണില്ല. വല്ലാത്തൊരു അതാപ് തന്നെയാണ് ഇപ്പോൾ ഇത്. എവിടെ പോയാലും എന്തായിടി മരോൾക്ക് വിശേഷമായില്ലേ? ആ, ഉണ്ടാവൂലേക്കുല്ലേ മച്ചിയ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഞാൻ ആൾക്കാരോട് മറുപടി പറഞ്ഞ് മടുത്ത്. ഷമീറെ, ഞാൻ എന്നെക്കൊണ്ട് വേറൊരു കാര്യം തീരുമാനിച്ചിക്കണ്. അത് ഞാൻ ഷാഹിനാനോട് പറഞ്ഞിക്കണ്. ഷാഹിന, ഇജ്ജത് പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കണ്. ഉമ്മ, എന്നെ കൊണ്ടാവില്ല. ഒരു പെണ്ണിനെ തന്നെ ഞാൻ നോക്കുന്നുണ്ട്, എനിക്കത് മതി. വേറൊരുത്തിനും കൂടിയും കെട്ടിക്കൊണ്ടുവന്നാൽ ഈ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടില്ലേ? എൻ്റെ സമാധാനം പോവില്ലേ? ഉമ്മ എന്തീ പറയുന്നത്? എടാ ഷമീറെ, എൻ്റെ പെറ്റ തള്ളാണ് ഞാൻ പറയണത്. എനിക്ക് കാലാകാലം കുട്ടികളുണ്ടാവില്ല. ഈ നോക്കിക്കോ ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഈ അങ്ങനെ ഒരു അനന്തരവനില്ലാത്ത വാലില്ലാത്ത ആളെപ്പോലെ നടക്കേണ്ടി വരും. അല്ലാതെ ഇവളെ പറ്റിട്ട് അനക്ക് കുട്ടികളുണ്ടാവില്ല. ശരിക്കും ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട ഷമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഒരിക്കൽ പോലും അവൻക്കത് കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഷമീർ പുറത്തു പോയ സമയം ഉമ്മ ഷാഹിനയോട് പറയുന്നു. ഷാഹിന, ഇജ്ജ് നല്ല മട്ടത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അതായത് അനക്ക് എൻ്റെ എമ്മയും ബാപ്പയും ഒന്നും ഇല്ലാത്തതാണ്. ആങ്ങളാരുടെ അടുത്തേക്ക് പോകേണ്ടി വരും ഇജ്. അതായത് ഇവൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടി വരും. അപ്പം അതൊന്നും ഞാൻ പറഞ്ഞില്ല. അനക്കിവിടെ കഴിയാം. അനക്കിവിടെ ഒരു വേലക്കാരത്തെ റോളിലൊക്കെ ഇവിടെ നിൽക്കുക. എന്നാലും ഷമീർ വേറെ പെണ്ണ് കെട്ടണം, അതും നല്ല പണക്കാര വീട്ടിൽ നിന്ന്. എന്നിട്ട് ഓൾ അവിടുത്തെ മരുമകളാക്കി കഴിഞ്ഞാൽ ഓൾ പ്രസവിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് എല്ലാത്തിനും മാനക്കേട് തന്നെയാണ്. പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ നീ ഓനോട് ശരിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാനൊരു ബ്രോക്കറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. അതായത് മക്കളില്ലാത്തതിൻ്റെ പേരിലല്ലേ. സാരല്ല. എന്തായാലും നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടെ എനിക്ക് നല്ല മട്ടത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. എങ്ങോട്ട്? എൻ്റെ ആങ്ങളാരടുത്തേക്ക്. ആങ്ങളാരടുത്ത് പോയാൽ എനിക്കറിയാലോ, ആങ്ങളാർ എന്നെ ഒന്നും നോക്കൂല എന്ന് മാത്രമല്ല നരകിക്കും അവിടെ കിടന്ന്. ഈ വീട്ടിൽ എനിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ എൻ്റെ തൊള്ളോണ്ട് പറയണം എൻ്റെ ഭർത്താവിനോട്, ഷമീറിനോട്, ഇക്ക നിങ്ങൾ വേറൊരു കല്യാണം കൂടി കഴിക്കുക, നമ്മളെ വീട്ടിലും വേണ്ടേ ഒരു അനന്തരാവകാശി എന്ന് പറഞ്ഞിട്ട് നീ പറയണം. മനസ്സിലായല്ലോ? എന്നാൽ ഷാഹിനക്ക് ഉമ്മയുടെ ഭീഷണിയുടെ മുന്നിൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പഠിച്ചോനെ, എൻ്റെ ഒരു വിധി റബ്ബേ, ഞാൻ എന്ത് റഹ്മാനെ കാട്ട്. എന്താടി നീ പറയൂലേ? ഉമ്മത അവളുടെ നേരെ ചെല്ലുന്നു. നീ പറയൂലേ? അതോ എനിക്ക് ഇവിടുന്ന് ആങ്ങളാരെ വീട്ടിലേക്ക് ഇറക്കി വിടണോ? അന്നെ ഞാൻ ഉമ്മയും ബാപ്പയും ഇല്ലാത്ത ഒരു പട്ടിണി പാവാണ് നീ. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരെ വീട്ടിൽ ചെന്നാൽ അവർ നിന്നെ ആട്ടി വിടും. പിന്നെ നീ തെരുവിൽ ഇങ്ങനെ കയ്യും കാട്ടി നിൽക്കേണ്ടി വരും. അത് വേണോ? അതോ ഈ വീട്ടിൽ സുഖമായി എനിക്ക് ജീവിക്കണോ? ഈ വീട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ഈ പറയണം വേറൊരു കല്യാണം കഴിക്കാൻ. മക്കൾ ഉണ്ടാവണം ഈ വീട്ടിൽ. അതാണ് എൻ്റെ ആവശ്യം. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട ഷാഹിനക്ക് തോന്നി, പഠിച്ചോനെ, ഇനി രക്ഷയില്ല, ഇനി ഒരിക്കലും രക്ഷയില്ല. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഉമ്മ പറയുന്നതാണോ എൻ്റെ കണക്ക്? എൻ്റെ ഭർത്താവ് പാവമാണ്, അദ്ദേഹം എന്നെ ഒന്നും ചെയ്യൂല, ഉപദ്രവിക്കൂല. പക്ഷേ ഈ ഉമ്മ എനിക്ക് പേടിയാണ്. ഉമ്മ എന്നെ പാതിരാത്രിയിൽ പക്ഷേ തള്ളിയിടും ഇവിടുന്ന്, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ നരകിക്കേണ്ടി വരും. അല്ലാ, ആങ്ങളാരുടെ അടുത്തേക്കൊന്നും പോണ വിചാരിച്ചൂടാ. എൻ്റെ നാത്തൂമാരൊക്കെ ഭയങ്കര ദുഷ്ടത്തിമാരാണ്. അറിയാതെ വന്നാൽ തന്നെ ചോദിക്കും എന്തിനാ വന്നത് എന്ന് ചോദിക്കും. എന്നാ പോവുക? സത്യം പറഞ്ഞാൽ ഇല്ല. അതെ, ഇക്ക വരുമ്പോൾ ഇത് പറയുക തന്നെ, അല്ലാതെ വേറെ രക്ഷയില്ല. അന്ന് അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് ഷമീർ വരുന്നു. ഷാഹിന, ഷാഹിന. അവൾ കരഞ്ഞ് കരഞ്ഞ് അവളുടെ തലയിണകൾ അതാ ആകപ്പാടെ നനഞ്ഞു കുതിർന്നിരുന്നു. ഷാഹിന, ഇക്ക. എന്തടി? എന്തെൻ്റെ കുട്ടീൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ, എന്തു പറ്റി? മുഖം വല്ലാണ്ട് ചോന്നിട്ടുണ്ടല്ലോ, എന്താ സംഭവിച്ചത്? എന്താ തലവേദന എടുക്കുന്നുണ്ടോ?
ഇക്ക ഒന്നുമില്ല. അവൾ അവളുടെ മുഖത്ത് പുഞ്ചിരി വരുത്താൻ വേണ്ടി ശ്രമിച്ചു. ഇക്ക വരി ചോറ് തരാം എന്ന് പറഞ്ഞ് അവളതാ അടുക്കളയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഷമീർ അവളുടെ കൈകൾ പിടിച്ചു. ചോറൊക്കെ കഴിക്കാം. എൻ്റെ കുട്ടി ആദ്യം കാര്യം പറയും, എന്തിനാ കരയുന്നത്? ഇക്ക അത് പിന്നെ ഒന്നുമില്ല. ഉമ്മ പറഞ്ഞത് അവൾ മറച്ചു വെച്ചു. അതെ ഇക്ക, വല്ലാത്തൊരു തലവേദന. അപ്പം തലവേദന ഇപ്പോൾ ഞാനറിയാതെ. ഓ അങ്ങനെ അല്ലേ, തലവേദനയാണ്. എന്നാവാ ഞാൻ ഒഴിഞ്ഞു തരാം. എന്നാൽ അതാ അവളുടെ നെറ്റിയിൽ പതുക്കെ അവൻ ഒഴിഞ്ഞു കൊടുക്കുന്നത് ഉമ്മ കാണുന്നു. ഓ പിന്നെ ഓല കണ്ട് കൊഞ്ചലും കൊയലും കണ്ട് കണ്ടാൽ ഓല ഇവിടെ പുതിയാപ്പിളും മുതിർന്ന ഉള്ളൂ എന്ന് വിചാരിക്കും. ഏട്ടാ ഷമീർ, ഇങ്ങനെ ഒഴിഞ്ഞേ ഓൾക്കൊന്നും വരാൻ പോണില്ല. ആ മച്ചിനെ കുറേ ഒഴിഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇജ്ജ് കരുതിക്കോ. അതെ, ഇന്ന് ബ്രോക്കർ ഇങ്ങോട്ട് വരും. ബ്രോക്കറിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കണേ. ഉമ്മ എന്ത് കാര്യം? അതേ, വേറൊരു പെണ്ണ് കിട്ടുന്ന കാര്യം. ഇവിടെ ഒരു പേരക്കുട്ടികളൊക്കെ വേണേ. ഉമ്മ നിങ്ങൾ എന്തീ പറയുന്നത്? അതേടാ, ഓല് കൊണ്ടുവരും. ഓല് ഇത്ര രണ്ടാം കെട്ടുകാർക്കും മൂന്നാം കെട്ടുകാർക്കൊക്കെ ഓല് കൊണ്ടുവരും. ഓലടുത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും. എന്നിട്ട് ഓളൊന്ന് ഇവിടെ പ്രസവിക്കട്ടെ. ഉമ്മ നിങ്ങളെന്തിനാ ഞാനറിയാതെ ഓരോന്നിന് ഇടപെടുന്നത്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടാ, ഈ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും വേണ്ടിയില്ല, എൻ്റെ ഭാര്യനോട് ചോദിച്ചോക്കി, ഓള് പറയും. ഓളാണ് പറഞ്ഞത്. എന്ത്? എന്താ ഷാഹിൻ എന്താ പറയുന്നത്? പറഞ്ഞതെന്താ? ഇക്ക വേറെ കല്യാണം കഴിച്ചോളി, അല്ലാതെ ഇവിടെ കുട്ടികളുണ്ടാവില്ല എന്നും പറഞ്ഞ് അവൾ വിതുമ്പി. എന്താ ഷാഹിന് നീ പറയുന്നത്? എന്നെക്കൊണ്ടാവില്ല. നിങ്ങൾ പറയുന്നതിന് ഞാൻ കല്യാണം കഴിക്കാൻ മക്കളില്ല എന്ന് വിചാരിച്ചിട്ട് എന്തിൻ്റെ കേടാ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല പിന്നെ രണ്ടാളും കൂടി പിന്നെ എന്നെ പെണ്ണിട്ടിക്കാൻ നിൽക്കുകയാണോ? എനിക്കൊന്നും വേണ്ട ഇക്ക, ഞാനാണ് പറഞ്ഞത്. ഇക്ക വേറെ കല്യാണം കഴിച്ചോളി, അല്ലാതെ ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ? ഒരു കുഞ്ഞിക്കാലും വലിയ കാലം ഇവിടെ കാണണ്ട. അത് മതി, എനിക്കെൻ്റെ ഷാഹിനെ തന്നെ മതി. അവളോട് കൂടെയുള്ള ജീവിതം എനിക്ക് ഇഷ്ടമുള്ളൂ. അവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു. എടാ, ഓളാണ് പറഞ്ഞത് എന്നെക്കൊണ്ട് വേറെ കെട്ട. ഓൾക്കും ഉണ്ടാവില്ലൊരു കുഞ്ഞിനെ താലോലിക്കാനൊക്കെ ഒരു പൂതി ലേഡി അല്ലേ ഷാഹിന? അവൾ ഭയത്തോടെ മൂളി. പിന്നെ ബ്രോക്കർ വരും ഇപ്പോൾ, അപ്പോത്തിന് ഒരുങ്ങിക്കോ ഇജ്ജ്. എന്തിന്? പെണ്ണ് കാണാൻ പോവാനേ, വേറൊന്നിനുമില്ല. നല്ല പണക്കാരെ വീട്ടിൽ നിന്നൊക്കെ ഒരു പെണ്ണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കണേ, നമുക്ക് നോക്കാലോ. ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത്? എന്നാൽ ഷാഹിനെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇക്ക, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളി, എനിക്ക് സമ്മതാണ്. ഇവിടെയും വേണ്ടേ കുഞ്ഞുങ്ങളൊക്കെ? എനിക്കതിന് കഴിവില്ലല്ലോ. ശരിക്കും ഷാഹിനയുടെ വാക്ക് കേട്ട് അതാ ഷമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷാഹിന, നിനക്കിത് എന്നോട് എങ്ങനെ പറയാൻ തോന്നി? നീ ഇത്രക്കും എന്നെ ഇങ്ങനെയാണോ കരുതിയത്? എൻ്റേതെന്ന് മാത്രമാണ് ഞാൻ നിന്നെ കരുതിയത്. നീ എന്നെ അങ്ങനെയല്ലേ? എന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നിനക്കാവുമോ ഷാഹിന? ഇക്ക, അങ്ങനെ ആയേ തീരൂ, അല്ലാതെ എന്ത് ചെയ്യും? അവൻ അത് കേട്ട് ശരിക്കും ഞെട്ടി. ഷാഹിനയാണ് തന്നോട് പറയുന്നത്, തൻ്റെ ഭാര്യ തന്നോട് വേറെ കല്യാണം കഴിക്കാൻ. ഷാഹിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു? ശരിക്കും അവൻക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മോനെ, അവർ വന്നിട്ടുണ്ടാവും, വാതിൽ തുറന്നു കൊടുക്ക്. പെട്ടെന്നാണ് അതാ ഷമീർ ഞെട്ടിത്തെരിച്ചത്. അതെ, അത് മറ്റാരുമായിരുന്നില്ല. അവൻ വാതിൽ തുറന്നപ്പോൾ കണ്ടത് ബ്രോക്കറെ ആയിരുന്നു. എവിടെ പുതിയാപ്പിളെത്തിയോ? ഇങ്ങോട്ട് നോക്കി, ഇതാ 3-4 ഫോട്ടോ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഇവള് നല്ല പണക്കാരത്തി പെണ്ണാണ്. അതായത് കെട്ടിച്ചാൽ കുറച്ചൊന്നും മൂപ്പ് കൂടിക്കണമെന്നേ ഉള്ളൂ, എന്നാലോ നല്ല അടിപൊളി പെണ്ണാണ്. പിന്നെ സ്വത്തും മുതലും കണ്ടമാനുണ്ട്. ഒരു ബേജാറുമില്ല ഓളെ കാര്യത്തിൽ. നിങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. പിന്നെ ഒന്നുണ്ട്, ഓളെ പിന്നെ കെട്ടിച്ച് തീർത്ത് ഒഴിവാക്കി നിൽക്കണം. തീരെ കെട്ടിക്കാത്ത ഇവളുണ്ട് കേട്ടോ, പണക്കാരത്തി. എന്നാ പിന്നെ അത് മതി. തീരെ കെട്ടിക്കാതെ നിൽക്കണ ആ പണക്കാരത്തിനെ മതി. നോക്കട്ടെ. കാണാൻ നല്ല മൊഞ്ചുണ്ട്. മോനെ ഷമീറെ, ഇങ്ങോട്ട് നോക്ക്. എന്നാൽ ഷമീറിന് നോക്കാൻ കഴിഞ്ഞില്ല. ഈ നോക്കണ്ട ഷാഹിന, ഇത് നോക്കിക്കേ, ഈ പെണ്ണിനെ പറ്റുമോ നോക്കടി. ഷമീറിന് പറ്റിയ മുഖം തന്നെ. നല്ല വെളുത്ത് തുടുത്തൊരു പെണ്ണ്, അത്യാവശ്യം തണ്ടും തടിയും അതുമുണ്ട്, പണ്ടുമുണ്ട്. ഇത് മതി ബ്രോക്കറെ, നിങ്ങൾ ഇതാണ്ട് ഉറപ്പിച്ചാൽ. ഷമീർ എനിക്ക് പറ്റിക്കണം നോക്ക്. ഉമ്മ, നിങ്ങളല്ല ഓരോന്ന് തീരുമാനിക്കുന്നത്, അല്ല ഞാനല്ലല്ലോ. ഞാനെന്ത് പറയാനതിന്? എൻ്റെ പൊന്നാറ് ഷമീറെ, ഇജൊന്ന് സമ്മതിക്ക്. ഓള് ഷാഹിനത് പോരടി. മതി, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ, എല്ലാം ഉമ്മയുടെ വാക്കുകൾക്ക്
അനുസരിച്ചായിരുന്നു അവൾ നിന്നത്, അല്ലെങ്കിൽ അവൾ പുറത്താക്കും എന്ന ഭീഷണിയുണ്ട്. പക്ഷേ തൻ്റെ ഭർത്താവിനോട് അവൾ അത് പറഞ്ഞില്ല, പേടിച്ചിട്ട്. അങ്ങനെ അതാ ഷമീറിനെ വലിച്ചിഴച്ച് അതാ ഉമ്മ കൊണ്ടുപോകുന്നു. ഇങ്ങോട്ട് പാടാ. വൈകുന്നേരം ബ്രോക്കർ വന്നപ്പോൾ പെണ്ണ് കാണാൻ. ഇക്ക, നിങ്ങൾ പൊയ്ക്കോളി പെണ്ണ് കാണാൻ. അവളുടെ വാക്ക് കേട്ട ഷമീർ ഒരു പ്രതിമയെപ്പോലെ അതാ ഉമ്മയുടെ പിന്നാലെ നടക്കുകയായിരുന്നു. എന്ത് സംഭവിക്കുന്നത്? ഇവരെല്ലാവരും എന്തിനാ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത്? മനമില്ല മനസ്സോടു കൂടെ അവൻ കാറിൽ കയറി. അങ്ങനെ അതാ അവർ പോകുന്നു പെണ്ണ് കാണാൻ. വലിയ തറവാട്. ആ തറവാട്ടിൻ വലിയ വിശാലമായ മുറ്റത്തേക്ക് അവരുടെ കാറ് കയറി. ബ്രോക്കർ പറഞ്ഞു, ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്നോട്ടെ. കണ്ടില്ലേ, പേരും കൂടിയൊക്കെ വലിയതാണ്. ഇവിടെ സുന്ദരിയായൊരു പെണ്ണുണ്ട്. എന്നാൽ ഷമീറിന് തോന്നി, അല്ല, ഈ പെണ്ണിനെന്താ ഇതുവരെയും കെട്ടിക്കാത്തത്? ഇത്ര സുന്ദരിയായ പെണ്ണായിട്ടും ഇതിപ്പോൾ എന്താ സംഭവം? എന്തുകൊണ്ടാണ് ഇവർ കെട്ടിക്കാത്തത് എന്നുള്ള സംശയമൊക്കെ തോന്നി. അങ്ങനെ അതാ അവർ അകത്തേക്ക് കയറി. ഷമീറും ഉമ്മയും ബ്രോക്കറും. കയറി ഇരിക്കട്ടോ, ആ ബാപ്പ പറഞ്ഞു. എന്നാൽ ഷമീർ ഒരു യാന്ത്രികമായ രീതിയിലായിരുന്നു അവൻ അങ്ങോട്ട് വന്നത്. എന്നാൽ അല്പസമയത്തിന് ശേഷം, മോളെ ചായ എടുത്തോ എന്ന് പറഞ്ഞ് ബാപ്പ വിളിച്ചു. അത് സുന്ദരിയായൊരു പെണ്ണ് അതാ ചായയുടെ ട്രേയുമായി ഇവരുടെ മുമ്പിലേക്ക് വരുന്നു. ഷമീറിന് നോക്കാൻ തോന്നിയില്ല. എന്നാൽ ഉമ്മ പറഞ്ഞു, അങ്ങോട്ട് നോക്കട, 14-ാം രാവ് പോലെ ഉദിച്ചു നിൽക്കണം എൻ്റെ ആ പെണ്ണ് ഷാഹിനയ്ക്ക്, എന്തിനാന്ന് ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞു. അത് നല്ല തടിയും വലുപ്പമുള്ള വലിയൊരു പെണ്ണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ്. ആ പെണ്ണ് ചായയുമായി അങ്ങോട്ട് വന്നു. ഷമീറിന് ഒരു വട്ടം പോലും അവളുടെ മുഖത്തേക്ക് നോക്കാൻ തോന്നിയില്ല. ഈ കണ്ടോ, ഇത് മതി ബ്രോക്കറെ, ഇനി ഒന്നും ആലോചിക്കാല്ലേ, ഇതന്നെ മതി ഞമ്മക്ക്. അതെ, ഞങ്ങൾക്ക് കുട്ടീനെ നല്ലോണം ഇഷ്ടപ്പെട്ടിക്കണേ, ഇതന്നെ മതിട്ടോ എന്ന് പറഞ്ഞ് ഉമ്മ അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഷമീറും ബ്രോക്കർ പറഞ്ഞു, അല്ല, എന്തെങ്കിലും ഡിമാൻഡുകൾ ഒന്നുമില്ലേ? എന്ത് ഡിമാൻഡ്? അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവർ കെട്ടിക്കുമ്പോഴേ പണ്ടും പൈസ നല്ലോണം തരും. പോരാത്തിന് കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഏക്കർ കണക്കിന് തോട്ടങ്ങളാണ് അവർക്കുള്ളത്. എന്തിനാണ്? എന്നാൽ ഷമീർ ഒന്നും മിണ്ടിയില്ല. എന്താ ഷമീർ, നിനക്കൊന്നും പറയാനില്ലേ? എനിക്കെന്ത് പറയാൻ? നിങ്ങളൊക്കെ എല്ലാം തീരുമാനിക്കുന്നത്. അതൊക്കെ ശരിയാവും ബ്രോക്കറെ, നിങ്ങൾ മിണ്ടണ്ട, അതൊക്കെ ശരിയായിക്കോളും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട കേട്ടോ. അങ്ങനെ അതാ മനമില്ല മനസ്സോടും കൂടെ ഷമീർ, ഉമ്മയും ബ്രോക്കറും കൂടെ കാറിൽ കയറി തിരിച്ചു പോരുന്നു. എന്നാൽ ഷാഹിന അവിടെ വിതുമ്പി കരയുകയായിരുന്നു. തൻ്റെ ഇക്കയോട്, ഞാൻ പറഞ്ഞതാണ്, അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അല്ലാതെ എൻ്റെ ഇക്ക ഒരിക്കലും അങ്ങനെയൊന്നും. അങ്ങനെ ഏതാ പെണ്ണ് കണ്ടുവന്നു. എന്നാൽ ഷമീറിൻ്റെ മനസ്സിൽ ഒരു മൂകതയായിരുന്നു, ആകപ്പാടെ ഒരു വിഷമം, പ്രയാസം. ഷാഹിന ചോദിച്ചു, ഇക്ക എന്തായി? എന്താവാൻ? പെണ്ണ് കണ്ടോ, ഇഷ്ടപ്പെട്ടോ? അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ആടി, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, നല്ല പെണ്ണാണ്. 10 മാറ്റി പെണ്ണ്, അതന്നെ മതി, വേറൊന്നും വേണ്ട. എന്നാൽ അത് കേട്ടപ്പോൾ അത് ഷാഹിനയുടെ നെഞ്ച് പിടച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവൾ സ്വന്തം വായ പൊത്തി. എന്നാൽ അത് കാണുന്നു ഷമീർ. ഷാഹിന, ഇക്ക, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നോളാം, കാരണം ഒരിക്കൽ പോലും എൻ്റെ വാക്കുകൾക്ക്. ഷാഹിന, നീ സമ്മതിച്ചു കൊണ്ടാണ് ഞാൻ പോയത്, അതും എനിക്ക് വേണ്ടിയിട്ടല്ല, ഉമ്മാക്ക് വേണ്ടിയിട്ട്. എനിക്കങ്ങനെ ഒരു പെണ്ണേ വേണ്ട. ഇക്ക, സാരല്ല, ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതന്നെയല്ല നല്ലത് എന്ന് പറഞ്ഞ് അവൾ വിതുമ്പി കരഞ്ഞു. അങ്ങനെ അത് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അത്യാവശ്യം അയൽവാസികളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ക്ഷണിച്ചു. കുഴപ്പമില്ലാത്ത ഒരു കല്യാണമായിരുന്നു. കാരണം അവരുടെ വീട്ടിൽ വലിയ ഫാമിലി ആയതുകൊണ്ടും വലിയ തറവാട്ടുകാരായതുകൊണ്ടും അവർക്ക് മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ കല്യാണം വലുതായിരുന്നു. ഇവിടെയും ആ ഉമ്മ ആളുകളെ ഒട്ടും കുറച്ചില്ല. കാരണം എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കണം. കാരണം എൻ്റെ ഷമീറിൻ്റെ 2ാം വിവാഹമാണെങ്കിലും കൂടിയിട്ട് നല്ലൊരു പണക്കാരി പെണ്ണിനെയല്ലേ കിട്ടുന്നത്. ഇനി വേഗം അവൾക്ക് ഗർഭിണിയാകണം അവള്. എന്നിട്ട് അത് ഷാഹിനാന് മുമ്പ് കൂടെ ഇങ്ങനെ കുട്ടിനെ എടുത്ത് നടക്കണം. എനിക്ക് അതിനും വേണ്ടിയിട്ടാണ്. അല്ല പിന്നെ അവളിഞ്ഞ് ഇവിടുത്തെ വേലക്കാരിയായി തുടരും. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. മനമില്ല മനസ്സോടു കൂടെ ഷമീർ പുതുമണവാളൻ ചമയുന്നു. ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ നോക്കി, ഷാഹിന, ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല ഇത്. ഇക്ക, സാരല്ല, ഉമ്മയുടെ സന്തോഷം അതാണെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. പോയിട്ട് വരട്ടെ. അവൾ വിതുമ്പി സമ്മതം കൊടുത്തു. പോയിക്കോളൂ ഇക്ക. അങ്ങനെ
പുതുമണവാളൻ ഇറങ്ങുന്നു. എന്നാൽ ഉമ്മ പറഞ്ഞു, പിന്നെ പെണ്ണിങ്ങോട്ട് കയറി വരുമ്പോഴേ ഷാഹിന എന്നോടാണ് പറയുന്നത്, പെണ്ണിങ്ങോട്ട് കയറി വരുമ്പോഴേ വാതിൽക്കൽ നിൽക്കരുത്. കാരണം മച്ചിയായ പെണ്ണുങ്ങളെ കാണുന്ന അത്ര നല്ലതല്ല വീടിൻ്റെ മുമ്പിൽ. ഓള് നല്ല കാലം കൊണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ എൻ്റെ ഈ മച്ചിക്കാലം ഇങ്ങോട്ട് കാണുമ്പോൾ അവൾക്കതൊരു തടസ്സമായി തീരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ പോലും ഈ മണവാട്ടി വരുമ്പോൾ മുമ്പിലേക്ക് വരരുത്, അവിടെ ബാക്കിലെങ്ങാനും മാറിപ്പോയി നിൽക്കണം. പിന്നെ ആ റൂം ഇനി എനിക്കുള്ളതല്ല കേട്ടോ, മണിയറിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കണേ. ഇനി ഒരിക്കലും ആ റൂമിക്ക് പോവുകയേ ചെയ്യരുത്. ആ മുകളിലത്തെ റൂം ഇനി അവൾക്കുള്ളതാണ്. അവൾക്കും ഷമീറിനും ഉള്ളതാണ്. ഇനി ഷംനയും ഷമീറുമാണ് അതിനകത്ത് കയറേണ്ടത്, അല്ലാതെ നീയല്ല. നിനക്കുള്ള റൂം ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അതെല്ലാം കണ്ടും കേട്ടും കണ്ണീരൊലിപ്പിക്കുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം അതാ മണവാട്ടി വരുന്നു. ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും നല്ല വിലപിടിപ്പുള്ള വസ്ത്രവുമെല്ലാം ധരിച്ചുകൊണ്ട് അവൾ കയറി വരുന്നു. ആദ്യമേ ഉമ്മ പറഞ്ഞതിനനുസരിച്ച് പാവം ഷാഹിന അവിടെ നിന്ന് മാറിപ്പോയിരുന്നു. അവൾക്കത് കണ്ടു നിൽക്കാനും കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ അത് ഉമ്മ തന്നെ അവളുടെ കൈ പിടിച്ച്, എവിടെ ഉമ്മാൻ്റെ മരുമകൾ എവിടെ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കൈ പിടിച്ച് സന്തോഷത്തോടു കൂടി അതാ പന്തിലിൽ നിന്ന് അകത്തേക്ക് കൊണ്ടുവരുന്നു. കണ്ടില്ലേ, ഇതാണ് മക്കളെ എൻ്റെ മരുമകള്. കണ്ടില്ലേ, ഓളെ പണ്ടും പൊന്നൊക്കെ നോക്കിക്കേ, 8, 9, 10 പവനാണ് ഓരോ മാലകളൊക്കെ. കണ്ടില്ലേ, എന്തോ ഒരു കട്ടിങ്ങനും വലിയ പണക്കാരാണേ. മറ്റോളിപ്പോൾ ഒരു പാവ അല്ലായിരുന്നു. മറ്റോളെ കെട്ടാനുള്ളത് ഓൻ്റെ പണിയാണ് ഓളെ കെട്ടിയത്. ഇതിപ്പോൾ എന്തായി, നല്ല പണക്കാരത്തിനത്തെ എനിക്ക് കിട്ടി. കണ്ടില്ലേ മോളെ, അവളുടെ താടി പിടിച്ച് അതാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു, ഇതെൻ്റെ മരുമകളെ, പുതിയ മരുമകളാണ് എന്ന് പറഞ്ഞ് ഉമ്മ ഭയങ്കര അഹങ്കരിക്കുകയാണ്. എന്നാൽ ആ മച്ചിയായ പെണ്ണുണ്ടല്ലോ, അവളങ്ങോട്ട് അടുപ്പിക്കാക്കണേ ചെയ്യുന്നത്. ഓളിപ്പം നമ്മളെ വേലക്കാരത്തിയാണ്. ഇനി മോളെ ഷംന, നീ ഇവിടുത്തെ വേലക്കാരി കണ്ടിട്ടുണ്ടോ? വേലക്കാരിയൊക്കെ ഞാൻ കാണിച്ചു തരാം. മോൾക്ക് ഇനി ഇവിടെ സ്വർഗ്ഗമായിരിക്കും. മോൾ ഒരു ജോലിയും ചെയ്യണ്ട കേട്ടോ. എല്ലാത്തിനും ഇവിടെ ഒരു പെണ്ണുണ്ട്, മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അവൾ പതുക്കെ തലയാട്ടി. അങ്ങനെ അത് സ്നേഹത്തോടെ അമ്മായിമ്മ മരുമകൾക്ക് ഭക്ഷണം വരെ വാരി കൊടുക്കുക വരെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഷാഹിന അതെല്ലാം കണ്ട് നെടുവീർപ്പിട്ടു. പഠിച്ചോനെ, ആയിക്കോട്ടെ, സാരല്ല, എന്നാലും വേണ്ടില്ല. ഉമ്മ നേരെ ഷാഹിനയുടെ അരികിലേക്ക് ചെന്നു. പിന്നെ ഓല് മണിയറയിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ പാളിയൊക്കാനൊന്നും നിൽക്കരുത് കേട്ടോ, അവിടെ താഴത്തന്നെ നിന്നോട്ടെ. മുകൾക്ക് നീ കയറുകയേ വേണ്ട, അടിച്ചോരി തുടക്കാൻ മാത്രം കയറിയാൽ മതി, മനസ്സിലായല്ലോ? സമയം 10-11 മണിയായി. എടാ, ഈ കയറി പോണില്ലേ മുകളിലേക്ക്? ആ പെണ്ണവിടെ മണിയറി ഒറ്റക്കല്ലേ? ഉമ്മ വിളിച്ചു പറഞ്ഞു. ഞാൻ പോകണ് എന്ന് പറഞ്ഞ് അവനതാ പോകുന്നു. എന്നാൽ ഈ സമയം ഷാഹിന എവിടെ എന്നാ? എന്നാൽ അവരുടെ വീടിനോട് ചാരി ഒരു ചായ്പ് മുറി ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളാണ് അതിലിട്ടിരിക്കുന്നത്. ഷാഹിന, ഇവിടെ നിന്ന് അടിച്ചു വരെന്നായിക്കാണ്ട് ഇവിടെ പോയിട്ട് ഇവിടെ കിടന്നോ. എൻ്റെ റൂം ഇനി ഇതാണ്. അകത്തൊക്കെ മേൽക്കൊന്നും കയറി പോകാൻ നിൽക്കണ്ട. ഇവിടെ വെയിലും മഴയൊന്നും വല്ലാതെ കൊള്ളൂല്ലോ, കുറഞ്ഞൊരു തണുപ്പ് ഉണ്ടാവുന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അടിയിൽ ചാക്കാണ്ട് വിരിച്ചുകാണ്ട് പായിരുത്തിക്കാളാം. എന്നാലിതാ എന്നാ എന്ന് പറഞ്ഞ് ഒരു കീറപ്പായി നേരെ അതാ അവളുടെ നേരേക്ക് കൊണ്ടുവരുന്നു. പഠിച്ചോനെ, ഈ റൂമിൽ എന്തൊക്കെ ജന്തുക്കളും എന്തൊക്കെ ഉണ്ടല്ലോ, വൃത്തിയാക്കാത്ത റൂമാണ് ഇത്. പഴയ സാധനങ്ങൾ കൂട്ടിയിട്ട റൂമാണ്. അവൾക്ക് ഭയം തോന്നി അവിടേക്ക് കിടക്കുവാൻ. അതേ, ഇനിയിപ്പോൾ ഇനി ഓനോട് പറയാൻ നിൽക്കണ്ട ഇവിടെ കിടക്കണമെന്നുള്ളത്. ഇനി മുകളിലേക്ക് കയറരുത് കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ എന്നാ ഈ പാലാണ് കൊണ്ടേ കൊടുത്താളാ രണ്ടാൾക്കുള്ള. അങ്ങനെ അതാ അവർക്കുള്ള ഗ്ലാസ്സിൽ പാലൊഴിച്ച് 2 ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തേക്കുന്നു. ഈ ഒരു കയറിൽ കയറിയാൽ മതി, പിന്നെ അടിച്ചോരി തുടക്കാൻ കയറിയാൽ മതി, മനസ്സിലായല്ലോ? അവൾ വിറച്ചുകൊണ്ട് ആ പാൽ ഗ്ലാസുമായി അതാ മുകളിലേക്ക് ചെന്നു. എന്നാൽ അതാ ഷമീർ അത് കാണുന്നു. ഷാഹിന, ഇതേക്ക എന്ന് പറഞ്ഞ് അവൾ അത് കൊടുത്ത് വേഗം തിരിച്ചു വന്നു. അന്ന് അവരുടെ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായി. എന്തായാലും ഷാഹിന അവിടെ കിടക്കട്ടെ, ആ ഒരു ചെരുവിൽ ഓൾ അവിടെ കിടക്കട്ടെ, മറ്റൊരു സുഖിക്കട്ടെ, എന്നിട്ട് വേഗം കുട്ടികളൊന്നും ഉണ്ടായി കിട്ടിയാൽ മതി. അതിനാ ഷമീറിൻ്റെ മുഖം ഇങ്ങോട്ട് തെളിയണില്ല. ഓൻ എന്താന്നാ, ഓനക്ക് ഇവിടെ പിന്നാലെ നടന്ന് ശീലിക്കണേ. അത്രയും സൗന്ദര്യം സ്വത്തുള്ളൊരു പെണ്ണിനെ കിട്ടിയിട്ടും ചെക്കൻ പോണില്ല. ചെക്കൻ ഇവിടെ താഴെ ഇരിക്കുകയായിരുന്നു. എന്തായാലും കാണിച്ചു കൊടുക്കാം. ഇപ്പം സമാധാനം, റൂമിലായി കിട്ടില്ല, ഇനിയിപ്പോൾ എന്തേലും ചെയ്തോളും. അന്ന് സമാധാനത്തോടു കൂടി അതാ ഉമ്മ ഉറങ്ങി. പുലർച്ചെ തന്നെ ഉമ്മ എണീറ്റ്. അവർക്ക് ചായ കൊണ്ടേ കൊടുക്കട്ടെ, എന്തായാലും പുതിയ മരുമകളല്ലേ. ഇനിയിപ്പോൾ ഷാഹിനാനെ വിളിച്ചു വരുത്തണ്ട, എപ്പോഴും പോയി എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. അവിടെ കട്ടെ. പെട്ടെന്ന് ഉമ്മ ചായ ഉണ്ടാക്കി അതാ മുകളിലത്തെ മണിയറയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. മോനെ,
മോനെ മോനെ പെട്ടെന്ന് വാതിൽ തുറന്നു. അതെ, മരുമകളായിരുന്നു വാതിൽ തുറന്നത്. ആ ഉമ്മ. ആ അല്ല മോളെ, ഇതെന്താ ഈ ഡ്രസ്സ് പോലും നീ ശരിക്കും അയച്ചിട്ടിട്ടില്ലേ? ഇന്നലെ മണവാട്ടിയായിപ്പോൾ വന്നുള്ള ഡ്രസ്സ് തന്നെയാണല്ലോ മോൾ ഇട്ടിരിക്കുന്നത്. ഉമ്മ, എവിടെ ഷമീർ? ഷമീർക്ക എവിടെ പോയിട്ടുണ്ട്. ഓ, എവിടേക്ക് ഇവളെ വിട്ടിപ്പോൾ പോയത്? ശരിക്കും ഉമ്മാക്ക് എന്തൊക്കെയോ സംശയം തോന്നിച്ചേ. അല്ല, ഓനെ ഞാൻ ഈ മണിയറയ്ക്ക് കയറ്റി വിട്ടിരുന്നല്ലോ, പിന്നെ എന്താ പറ്റിയത് ഇത്? പക്ഷേ ഉമ്മാക്ക് ബലമായ സംശയം, മറ്റൊന്നുമല്ല. ആ ചെക്കന് എന്താ ഇങ്ങനെ ആയിപ്പോയത്? നേരെ പോയത് ഉമ്മ ആ ചെരുവിലേക്കായിരുന്നു. ചെരുവിലേക്ക് പോയപ്പോൾ വാതിൽ മുട്ടി വിളിച്ചു. എടാ ഷമീറേ. എന്നാൽ ഉമ്മ വിളിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതാ അവൻ മിണ്ടാതെ നിന്നു. ഒരു നിമിഷം എത്രയായിട്ടും ഉമ്മ വിളി നിൽക്കുന്നില്ല. ഷാഹിന, നീ പോയി വാതിൽ തുറക്ക്. അങ്ങനെ അതാ അവൾ പോയി വാതിൽ തുറന്നു. എവിടെ ഷമീർ? ഷമീർ എവിടെന്നാ ചോദിച്ചത്? നാണമില്ലല്ലോ നിനക്ക് എന്ന് പറഞ്ഞ് അതാ ഷാഹിനയെ ഉമ്മ തല്ലാൻ ഓങ്ങുന്നു. പെട്ടെന്ന് ഉമ്മ തൊട്ടു പോവരുതോളെ. ഉമ്മ എന്താ വിചാരിച്ചത്? വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ കൂടെ അങ്ങ് കഴിയുന്നോ? അത് ഉമ്മാക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഒരിക്കൽ പോലും അത് എൻ്റെ ഷാഹിനെ വിട്ടൊരു പെണ്ണിനെ ഞാൻ സ്വീകരിക്കില്ല. എനിക്കതിന് കഴിയില്ല. അത് ഉമ്മാക്ക് വേണ്ടി മാത്രം. അവിടെ കഴിഞ്ഞോട്ടെ, നിങ്ങൾക്ക് മരുമകളെ അല്ലേ സ്വത്തും സമ്പത്തുള്ള ആവശ്യം. എടാ, നീ എന്നോട് തർക്കുത്തരം പറയുന്നു. ഒരു പേരക്കുട്ടില്ലായിട്ടാണ് അവളെ ഞാൻ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നത്. അപ്പോൾ നീ ഇപ്പോഴും ഈ പെണ്ണിൻ്റെ കൂടെ, ഈ മച്ചിയുടെ കൂടെ ഈ ഒരു ചെരുവിൽ നിങ്ങൾ നരകിച്ച് കഴിയായിരുന്നോ? നിങ്ങൾ ഇവിടെ സുഖിക്കായിരുന്നു അല്ലേ? ഉമ്മ, നിങ്ങൾ അനാവശ്യം പറയരുത്. എന്നെക്കൊണ്ട് കഴിയില്ല അതിന്. എന്താടാ ഈ പറയണത്? ഇന്നെങ്ങാനും ഞാൻ കാണിച്ചു തരാം ബാക്കി. ഓനൊക്കെ എടുക്കണ അത്രയും നല്ല സുഖസുന്ദരമായ സ്വർഗം പോലെ റൂമുണ്ടാക്കിയിട്ടിട്ട് ഈ ചെരുവിൽ ഓളെ കൂടെ എച്ചില് വന്ന് ഓൻ കെടുക്കുകയാണ്. അതും ആ കീറപ്പായയിൽ. അതെ, അവർ രണ്ടുപേരും. എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? തലേന്ന് രാത്രി ഏകദേശം 12 മണിയായി കഴിഞ്ഞിട്ടുണ്ടാവും. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെയും തിരഞ്ഞ് അവൻ ആ രാത്രി തന്നെ അവിടെ നിന്നിറങ്ങി. റൂമുകളിലൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയ അവന് സംശയം തോന്നിയിരുന്നു ആ ചെരു. അങ്ങനെയാണ് അവിടെ പോയി നോക്കിയത്. വാതിലിൽ മുട്ടിയപ്പോൾ, തുറന്നു നോക്കിയപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല. ഇക്ക, നിങ്ങൾ? ഷാഹിന, വേഗം വാതിലെടുക്ക്, ഉമ്മ കാണും. ഇക്ക എന്താ ഇങ്ങോട്ട് വന്നത്? ഇക്ക എന്താ ഇങ്ങോട്ട് വന്നത്? നീ എന്തീ പറയുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളുടെ കൂടെ കഴിയേ? എനിക്കില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളത്, നീ മാത്രമാണ്. അത് നിൻ്റെ കൂടെ ഏത് എച്ചിലാണെങ്കിലും ഏത് നരകത്തിലാണെങ്കിലും കഴിയാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് നിന്നെ ഇല്ലാതെ മറ്റൊരു ജീവിതം ഇല്ല പെണ്ണെ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ സ്നേഹം കണ്ട് അവൾ കരഞ്ഞു പോയി. ഇക്ക. അതെ, അവളെ ചേർത്ത് പിടിച്ചു അവൻ തുരുതുരെ ചുംബിച്ചു. ഷാഹിന, മക്കളില്ലെങ്കിൽ എന്താ? നിന്നോളം എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ആരെയും. നീ എന്നെ സ്നേഹിക്കുന്ന പോലെയും ആർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. നീ ഇല്ലാതൊരു ജീവിതം എനിക്കില്ല പെണ്ണെ. ഇക്ക, ഉമ്മ കാണും. പ്ലീസ് നിങ്ങൾ പോയിക്കോളി ഇക്ക. അതെ, ദയവായി നീ എന്നെ വിഷമിപ്പിക്കരുത്. എനിക്കിവിടെ ഒരിടം തരണം. നിൻ്റെ ആ കീറപ്പായിൽ ഒരു ഭാഗത്ത് ഞാനും നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോളാം. എനിക്ക് നീയും നിനക്ക് ഞാനില്ല, പിന്നെന്താ ഇക്ക? നിങ്ങളുടെ ശരീരത്തിലൊക്കെ അഴുക്കാവും. നീ ഒന്ന് പോടി പെണ്ണെ, എനിക്ക് നിന്നോളം ഇല്ല ഒന്നും എന്ന് പറഞ്ഞിട്ടാണ് അന്നവർ അവിടെ കഴിഞ്ഞത്. എന്നാൽ പിറ്റേ ദിവസം ഉമ്മ പറഞ്ഞു, അതെ, ഷമീർ പുറത്തു പോയ സമയം. അതെ ഷാഹിന, ഇന്നലെ ഏതായാലും ഈ കാര്യം കഴിച്ചിലാക്കി. ഈ എന്താ വിളവത്തി സാധനം? ഓനെ വിളിച്ച് വരുത്തിയല്ലോ അല്ലേ ആ പെണ്ണിനെ ഒറ്റക്കാക്കിയിട്ട് അവിടെ? ഉമ്മ, ഞാനല്ല, ഞാൻ ഒരിക്കലും അല്ല. അതെ, ഇജെന്താ വാതിൽ തുറന്നു കൊടുത്ത്? ഇന്നെങ്ങാനും ഈ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നെ ഞാൻ കൊല്ലലായിരിക്കും ഇവിടുന്ന്. കൊല്ലും, എനിക്ക് വിഷം തന്ന് കൊല്ലും. ഇജ് നോക്കിക്കോ. ഉമ്മ, ഞാനല്ല ഉമ്മ. പിന്നെന്താടി, നീ തന്നെയാണ്. ഇജെങ്ങാനെന്ന് വാതിൽ തുറന്നു കൊടുക്കുക, അപ്പം ഞാൻ പറഞ്ഞു തരണ്ട്. എന്നാൽ അന്നും രാത്രിയായി. ഷമീർ പതിവ് പോലെ അവിടെ സോഫയിലിരുന്നു. സമയം ഏകദേശമായി തുടങ്ങിയപ്പോൾ അതാ നേരെ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ അരികിലേക്കെത്തി. ഷാഹിന, ഷാഹിന, ഷാഹിന. പക്ഷേ ഷാഹിന വിളി കേട്ടു. അവൾ മിണ്ടിയില്ല. അവൻ ഉറപ്പിച്ചു, ഇല്ല. ഷാഹിന, പെണ്ണ് വാതിൽ തുറക്ക്. ഷാഹിന. ഇല്ല,
അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ ആ ഒരു ശബ്ദം കേട്ടിട്ട് തുറക്കാതിരിക്കാനും കഴിഞ്ഞില്ല. എന്താ റബ്ബ് ഞാൻ ചെയ്യാം? എന്നെ തേടി വന്നതാണ് എൻ്റെ അരികിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അങ്ങോട്ട് പോകുന്നില്ലല്ലോ. വീണ്ടും മുട്ടി വിളിച്ചപ്പോൾ അവൾ സഹികെട്ട് തുറന്നു. ഇക്ക 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 അങ്ങോട്ട് പോയിക്കോളി. ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊല്ലുന്നേ. ഇക്ക അങ്ങോട്ട് പോയിക്കോളി, ദയവായി ഇക്ക പ്ലീസ്. അത് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നിൻ്റെ കൂടെ കിടക്കുള്ളൂ. എനിക്ക് അവൾ കൂടെ കിടക്കാൻ കഴിയില്ല. എന്ത് ഇക്ക അത്? അവളുടെ ആ സങ്കടകരമായ ആ ഒരു വിഷമം, ആ ഒരു പ്രശ്നം, പ്രയാസം എല്ലാം കണ്ടറിഞ്ഞ് അവൻ അവളുടെ കൂടെ തന്നെയായിരുന്നു അന്നും കിടന്നത്. ഉമ്മാക്ക് തീരെ അതൊന്നും പറ്റിയില്ല. ഉമ്മ പിറ്റേന്ന് വന്നപ്പോഴും അവൾ റൂമിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അല്ല അല്ല ഷംന, നീ എന്താ നിൻ്റെ ഭർത്താവിനെ ഇവിടെ പിടിച്ചു വെക്കാത്തത്? മറ്റവളുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. ഉമ്മ, അവർ പാവല്ലേ, അവർ പൊയ്ക്കോട്ടെ. ഞാൻ പറഞ്ഞതാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, എനിക്കിവിടെ ഒറ്റയ്ക്കാണ് ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇക്ക പോയത്, അല്ലാതെ എന്നോട് ഒരു വെറുപ്പും ഉണ്ടായിട്ടില്ല. ശരിക്കും മരുമകളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മാക്ക് തോന്നി, ഇത് വേറെ വകുപ്പാണ്, ഇനി ഇതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്നാൽ ഉമ്മ ഒന്നും അറിയാത്ത പോലെ അന്ന് ഷാഹിനെ വിളിച്ചു. ഷാഹിന, ആ ഇന്നാ ഈ ചായ ഒന്ന് മോൾക്ക് കൊണ്ടേ കൊടുത്താളോ, മോൾക്ക് മുകളിലേക്ക്. അവർക്ക് ഇങ്ങോട്ട് വരാനൊക്കെ പ്രയാസമായിരിക്കും. ഉമ്മ എന്തോ ഒരു വിഷം പോലുള്ള സംഭവം അതിൽ കലക്കിയിട്ട് അത് കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് ഷാഹിന. പാവം, അവളതൊന്നും അറിഞ്ഞില്ല. എന്നാൽ അതാ അവൾ പെട്ടെന്ന് വന്നു. എന്നടി ഇതാണ് കൊണ്ടേ കൊടുത്താലോ, ഓൾക്ക് ഇറങ്ങാനൊന്നും ഇങ്ങോട്ട് കഴിയൂല. ഓല് പറഞ്ഞാൽ വലിയ പണക്കാരാണ്, എൻ്റെ പോലെ പാവപ്പെട്ടവളല്ല. അങ്ങനെ അതാ അവൾ ആ ചായയുമായി അങ്ങോട്ട് ഷംനയുടെ റൂമിലേക്ക് നിന്നു. ഷംന, ഇതാ ഇത്താ ഇങ്ങോട്ട് തരി ചായ എന്ന് പറഞ്ഞ് ആ ചായ അവൾ വാങ്ങി നേരെ വാഷ് ബേസിലേക്ക് ഒഴിച്ചു. ഒരു നിമിഷം അവൾ ഞെട്ടി. എന്ത് അങ്ങനെ ചെയ്തത്? അതെ, ഞാൻ അങ്ങോട്ട് താഴേക്ക് വെള്ളം എടുക്കാൻ വന്ന സമയത്ത് ഉമ്മ ഒരു പണി ചെയ്യണ കണ്ടിരുന്നു. അവിടെ ഞാൻ എന്തോ ഒരു കുപ്പിയിൽ എന്തോ ഒഴിച്ച് കലക്കിയിട്ട് അത് എനിക്ക് വയറുവേദനയോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ തന്നെ അത് ചായയിലിട്ട് എനിക്ക് തരാൻ പറഞ്ഞയച്ചു അല്ലേ. എന്നാൽ പിന്നെ നിൻ്റെ പേരിലാക്കാലോ അതിനു വേണ്ടിയിട്ട്. എന്നാൽ ഷാഹിന ഞെട്ടി. ഷംന, ഞാൻ അറിഞ്ഞിട്ട് പോലില്ല മോളെ, ഇതൊരിക്കലും ഇത്തറിയില്ല, എനിക്ക് നന്നായിട്ടറിയാം ഉമ്മാൻ്റെ പണിയാണെന്ന്. എന്നാലേ പിന്നെ ഞാൻ കുറച്ച് ക്ഷീണിച്ച് കിടക്കുന്ന പോലെ അഭിനയിക്കൂട്ടോ, എന്താണ് ഉമ്മാൻ്റെ ഐഡിയ ഒന്ന് അറിയാലോ. ശരിക്കും ഷാഹിനയോട് ഷംന അത് പറഞ്ഞു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷംന, എൻ്റെ വയറ് വേദനിക്കുന്നേ, എൻ്റെ വയറ് വേദനിക്കുന്നേ, എനിക്ക് കഴിയുന്നില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഉമ്മാക്ക് മനസ്സിലായി, കാര്യം ഏറ്റിക്കണ്. ഞാൻ അവൾക്ക് നല്ല വയറ് വേദനയും വയറ്റുനോക്കൊക്കെ വരാനുള്ള നല്ല മെഡിസിനാണ് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തത്. ആഹാ, അങ്ങനെ ഞാൻ മറ്റുള്ള വിടാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ. എന്നാൽ പെട്ടെന്ന് ഉമ്മ ഓടിയെത്തി. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഷമീറിനെ വിളിക്ക്, എടീ ഷാഹിനെ, ഷമീറിനെ വിളിക്ക്, എന്താ പറ്റിയതാവോ? അപ്പോൾ തന്നെ ഷാഹിനെ വിളിച്ചു. ഹലോ ഇക്ക, ഷംനക്ക് നല്ല വയറുവേദനയും നല്ല പ്രയാസമൊക്കെ ഉണ്ട്, ഇക്കൊന്ന് വരി. എന്തു പറ്റി? പെട്ടെന്ന് തന്നെ ഷമീർ എത്തി. ഷമീറേ, എന്താടാ, അയ്യൊന്ന് വേഗം വാടാ എന്ന് പറഞ്ഞ്. കണ്ടില്ല ഈ പെണ്ണിനെ തീരെ വയ്യ, പെടയാണ് വേദന കൊണ്ട്. എന്നാൽ അതാ ആ ഒരു അവസ്ഥ കണ്ട ഷമീർ ശരിക്കും ഞെട്ടി. എന്താ ഇത്, എന്ത് സംഭവിച്ചത്, എത്രമാത്രം? എന്നാൽ അതാ ഉമ്മ പറഞ്ഞു, അതെ അങ്ങനെ ഇങ്ങനൊന്നും അസുഖമുള്ള കുട്ടിയൊന്നല്ല ഈ എൻ്റെ പെണ്ണിൻ്റെ, എൻ്റെ ഷാഹിനാൻ്റെ റൂമിലൊന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഞാനൊന്ന്, എന്താ അവിടെ ഉള്ളതെന്നുള്ളത്. അതായത് എന്താണെന്ന് വെച്ചാൽ അവളെ റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ, കൊല്ലാനും മടിക്കൂലേ. ഒന്നിങ്ങോട്ട് നിന്നാജ്. നേരെ അതാ ഷമീറിനെ കൂട്ടി ഉമ്മ അകത്തേക്ക് കൊണ്ടുപോകുന്നു. വന്നാ ഇവിടെ ഒന്ന് തിരഞ്ഞ. എന്താ ഉമ്മ ഇവിടെ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തൊക്കെ അലക്കി കൊടുത്തിക്കണ ആർക്കറിയാം. ഈ ഇല്ലാത്ത സമയം, ഞാനില്ലാത്ത സമയം ചായ ഉണ്ടേ കൊടുത്തതൊക്കെ പറഞ്ഞു കേട്ടിനു. ചായ അല്ലേ മോളെ ഈ കുടിച്ചത്? അതെ ഉമ്മ, ചായ മാത്രം, അത് ഇത്ത തന്നതായിരുന്നു. ഷമീറ തരി, അവളെ ഷെൽഫും മുഴുവൻ കാര്യം തരി. ശരിക്കും ഷാഹിന ഞെട്ടിപ്പോയി. ഉമ്മ, ഞാനെന്താ? അന്നെ വിശ്വസിക്കാനും പറ്റില്ല. അതെ, ഓളെ മാപ്പിളിനെ സ്വന്തമാക്കാനേ അതങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് കുരുട്ടിബുദ്ധി ഉണ്ടാവും, വേഗം നോക്കിക്കൂട്. അങ്ങനെ അത് ഷമീർ അവിടെ മക തപ്പിയപ്പോൾ അവളുടെ ഡ്രസ്സ് വെച്ച ആ ഒരു ബാഗിൻ്റെ അരികിലായിട്ട് ഒരു കുപ്പി കാണുന്നു. ഇതെന്താ? കണ്ടോ, ഇത്രയും ഇതാണ് അവൾ കലക്കി കൊടുത്തിക്കണേ. ഇത് ഭയങ്കര വയറിന് അസ്വസ്ഥത ഉണ്ടാക്കണ, മനുഷ്യനെ നേർക്ക് നിൽക്കാൻ പറ്റാത്തൊരു സൈസ് മരുന്നാണിത്. ഒരു മനുഷ്യന് സുഖത്തിൽ നിൽക്കാൻ പറ്റൂല. പെട്ടെന്ന്
ഷാഹിനയുടെ മുഖത്തേക്ക് അവൻ നോക്കി. ഷമീർ, ഷാഹിന ഇതെന്താ? എനിക്കറിയില്ലക്ക, ഞാനല്ല. ഒരിക്കൽ പോലെ കണ്ടില്ലേ, അത് ഓൾ ആന കള്ളത്തിന് ഓളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓള് വയറുവേദനായി ഇടങ്ങാറായി ഓള് എന്തെങ്കിലും ആയി തീരാൻ വേണ്ടിയിട്ട് ഇവള് കലക്കി കൊടുത്തതാണ്. അത് ചായയിലാണ് കലക്കി കൊടുത്തതെന്നൊക്കെ പറഞ്ഞു ചായ കുടിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഷമീർ അതാ ഷംനയുടെ അരികിലേക്ക് വന്നു. ഷംന, നീ ചായ കുടിച്ചോ? അതെ, എനിക്ക് ചായ തന്നു. അതിനുശേഷമാണ് എനിക്കിങ്ങനെ വയറുവേദനയൊക്കെ വന്നത്, അല്ലാതെ വേറൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ആ കണ്ടില്ല ഷമീറെ, അതാണ്. എന്തിനാ ഇജ്ജ് വെച്ചുകൊണ്ടിരിക്കണം? വേഗോളം മൊഴി ചെല്ല്, അല്ലെ ഞാൻ കേസും കൊടുക്കേ. ഒരു പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചു വന്നതിൻ്റെ പേരിൽ. ഇക്ക, ഒരിക്കലും ഞാനല്ല ഇക്ക, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, അള്ളാഹുവാണേ സത്യം. എന്നാൽ ഷമീറിനത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോടി. എന്തിനാണ് ഷാഹിന അങ്ങനൊക്കെ ചെയ്തത്? ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാണ്. ഞാൻ നിൻ്റെ കൂടെ തന്നെ അല്ലേ? എന്തിനാ അവളെ ബുദ്ധിമുട്ടാക്കിയത്? അവളെ കഴിയുകയാണെങ്കിൽ കഴിയോട്ടെ വിചാരിച്ചാൽ പോരെ. തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അവൾ ആകെ തകർന്നു പോയി. ഇല്ല ഇക്ക, ഒരിക്കലും ഞാനല്ല ഇക്ക. എന്തായാലും പോലീസിനെ വിളിക്കട്ടെ. അപ്പോഴേക്കും ഉമ്മ തന്നെ അതാ പോലീസിനെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസ് വന്നു. എന്താ ഇവിടെ ആർക്ക് വിഷം കലക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞത്? അതേ പൊന്നുണ്ട് സാറേ, അത് ആ പെണ്ണിനെ ഇതാ ഈ വിഷമാണ് കലക്കി കൊടുത്തിരിക്കുന്നത്. ഇവള് ഓൾക്ക് കലക്കി കൊടുത്തതാണ്. അത് ഓളെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയാണ്. ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ. എന്താ സാറേ ഇതിനൊക്കെ കാട്ടുക? നിങ്ങളോളെ അറസ്റ്റ് ചെയ്താണ് കൊണ്ടുപോയിക്കോളി. അല്ലാതെ ഇപ്പം എന്താ? ആ കുപ്പികളും എല്ലാം അവർ പരിശോധിക്കുന്നു. നേരെ ഷംനയുടെ അടുത്തേക്ക് പോലീസ് ചെന്നു. അല്ല ഷംന, ഇതിപ്പോൾ ഞാൻ ചായയാണ് കുടിച്ചത്, ചായയിലാണിത് കലക്കി തന്നത്. ഓഹോ, അപ്പോൾ ആരാണ് തന്നത് ചായ? ചായ തന്നത് എൻ്റെ ഇത്താത്തയാണ് തന്നത്. ഓഹോ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ കലക്കി കൊടുക്കണത്? എന്തിനാ ദ്രാവകങ്ങളൊക്കെ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല സാറേ, എനിക്കൊന്നും അറിയില്ല. എന്നാൽ ഉമ്മ അതെല്ലാം കണ്ട് ചിരിക്കുന്നു. ഇപ്പം കൊണ്ടുപോകും ഓളെ ജയിലിലേക്ക് കൊണ്ടുപോയാൽ ഇവളും എൻ്റെ മോനും ഇവിടെ സുഖസുന്ദരമായി ജീവിക്കും. ഉമ്മ അത് ആഘോഷിച്ചു ആ ഒരു സന്തോഷ നിമിഷങ്ങൾ. എന്നാൽ പെട്ടെന്ന് ഷംന പറഞ്ഞു പോലീസിനോട്, സർ, ചായ കൊണ്ടുവന്നു തന്നത് ഷാഹിനയാണ്, ഇത്തയാണ്, ശരിയാണ്. പക്ഷേ ചായയിൽ അത് കലക്കിയത് ഉമ്മയാണ്. ഇതാ അതിൻ്റെ തെളിവ് വേണമെങ്കിൽ. പെട്ടെന്ന് അതാ ആ ഉമ്മ ഞെട്ടിത്തെരിച്ചു. അതെ, അത് അവർ അതിൽ കലക്കുന്നത് അവൾ ശരിക്കും വെള്ളമെടുക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. അത് കലക്കുന്നത് കണ്ടു. തെളിവടക്കം ഫോട്ടോ എടുത്തു. ശരിക്കും ഷമീർ ഞെട്ടിപ്പോയി. ഉമ്മ, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? എന്നാൽ പോലീസ് പറഞ്ഞു, ഓഹോ, അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ വിളിച്ചു വരുത്തിയത്, നിങ്ങൾ തന്നെയാണ് ഈ ഒരു കള്ളച്ചതി ചെയ്തത്, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ് അതാ ആ ഉമ്മയെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ എന്തിനാ ഓരോരുത്തരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്? അല്ല ഷംന, നീ അത് കഴിച്ചോ? ഇല്ല, അത് കലക്കുന്നത് ഞാൻ കണ്ടത് കൊണ്ട് തന്നെ ഞാൻ അത് കഴിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മ അതുമായി നേരെ പോയത് ഇത്ത കിടക്കുന്ന ആ ചെരുവിലെ റൂമിലേക്കായിരുന്നു. അവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും ചെയ്തു. അതും ഞാൻ ഇതാ ഫോട്ടോ എടുത്തിട്ടുണ്ട്. തെളിവടക്കം ഷംന കാണിച്ചു കൊടുത്തപ്പോൾ ശരിക്കും ആ ഉമ്മ വല്ലാതെ പ്രയാസപ്പെട്ടു, വല്ലാതെ ഭയന്ന്. ഇവർ ഇനിയും ചതിച്ചോ? ഞാൻ ഓലെ ചതിച്ച പോലെ ഇന്ന അതിനും വലിയ സാറേ ഞാനല്ല. എന്താ തെളിവുണ്ടായ പിന്നെന്താ? എന്നാൽ അതാ ഷാഹിനെ വിതുമ്പി കരഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ഇക്ക അവളെ നെഞ്ചോട് ചേർത്തു. ഇക്ക, എന്നെ തെറ്റിദ്ധരിച്ചില്ല. ഇല്ലടി, സാരല്ല, തെറ്റിദ്ധാരണ ആർക്കും വരുമല്ലോ സാർ. ഷാഹിനെ അവൻ നെഞ്ചോട് ചേർത്തു. എന്നാൽ ഈ സമയം ഉമ്മയെ അത് പോലീസ് കൊണ്ടുപോവുകയാണ്. ഇത്രയ്ക്കും വലിയ ചതിയും വഞ്ചനയൊക്കെ എന്തിനാണ് വീട്ടിൽ നടക്കുന്നത്? നിങ്ങളെ മോനും മരുമക്കളും തന്നെയല്ലേ? എന്നാൽ ഈ സമയം അത് ഷംനയോട് വല്ലാത്ത ദേഷ്യം തോന്നി ഉമ്മാക്ക്. ആ പെണ്ണെന്നെ ചതിച്ചു. എന്നാൽ പെട്ടെന്നതാ ഒരു യുവാവ് അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വരുന്നു. ഷംന എന്ന് പറഞ്ഞു. എന്നാൽ ഷംന പെട്ടെന്ന് ഇക്ക എന്ന് പറഞ്ഞു. അതെ, അത് അവൾ സ്നേഹിക്കുന്ന അവളുടെ കാമുകനായിരുന്നു. വീട്ടുകാരെ സമ്മതിച്ചില്ല, അവൻ പാവമായതുകൊണ്ട് അവനെ കല്യാണം കഴിക്കാൻ. പക്ഷേ അതിനു വേണ്ടിയിട്ട് അവൾ അവനെ മാത്രം മതി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്നതിനിടയിലാണ് എങ്ങനെയെങ്കിലും മോളെ കെട്ടിച്ചു പോകണമെന്ന് കരുതിയിട്ട് ബാപ്പ ഇങ്ങനെ ഒരു കല്യാണം അറിഞ്ഞപ്പോൾ വേഗം ഉണ്ടാക്കിയത്. പെട്ടെന്ന് അതാ ആ മനുഷ്യൻ അവളുടെ അരികിലേക്ക് വന്നു. എന്നാൽ അതാ ഷമീറിനോട് പറഞ്ഞു, ഇക്ക ഞാൻ പോട്ടെ, ഞാൻ ആഗ്രഹിച്ചത് ഇദ്ദേഹത്തെയായിരുന്നു, ഇദ്ദേഹത്തെ കൂടെയുള്ള ജീവിതമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഇക്ക ഞാൻ പോട്ടെ കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. ശരിക്കും ഷമീർ ഞെട്ടി. എന്നാൽ അതാ അതിലേറെ ഷാഹിനയും. എന്നാൽ ഉമ്മ അതിലേറെ ഞെട്ടിച്ചേ, ഈ പെണ്ണ് ചതിക്കായിരുന്നോ? വെറുതെ അല്ല റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിൻ്റെത്, ഫോണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
വിളിച്ചു പറഞ്ഞ് ഇതായിരുന്നു അല്ലേ? എന്നാൽ ഷംന യാത്ര പറഞ്ഞ് അത് അവിടെ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിയോടൊപ്പം പോകുന്നു, അവർ നിക്കാഹ് കഴിക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഉമ്മ അത് നടക്കടി അങ്ങോട്ട്, ഓരോന്ന് വരുത്തി വെച്ചിട്ട് നീ ജയിലിൽ കിടന്ന് ഇറങ്ങിക്കണം, ഇതാണ് വേണ്ടത്. ഓരോരുത്തരെ കൊല്ലാൻ വിചാരിച്ചാലുള്ള അതിൻ്റെ ശിക്ഷ എന്താ നിൽക്കറോ, നടക്കടി എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിലേക്ക് ഉമ്മയെ അതാ വലിച്ചു കയറ്റുന്നു. എന്നാൽ ഷമീർ കരുതി അത് ഉമ്മക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ്, ഉമ്മാക്കത് കിട്ടുക തന്നെ വേണം, ഉമ്മ ഒന്ന് പഠിക്കട്ടെ എന്നും അവൻ വിചാരിച്ചു. എന്നാൽ ഷാഹിന പറഞ്ഞു, ഉമ്മയെ കൊണ്ടുപോകണ്ട, ഉമ്മയുടെ ഭാഗത്തൊരു തെറ്റ് പറ്റിയതല്ലേ, ഉമ്മയെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് അവൾ പിന്നാലെ അതാ നടന്ന് കരയുന്നു. എന്നാൽ ഷമീർ അത് തടഞ്ഞില്ല. കാരണം അവൾക്ക് ഉമ്മയോടായിരുന്നു സ്നേഹം. വേണ്ട, ഉമ്മയെ കൊണ്ടുപോകില്ല, ഉമ്മ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, സാരല്ല മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിലോ, അവളത് കഴിച്ചിരുന്നെങ്കിൽ, അതുകൊണ്ട് കുറച്ച് ശിക്ഷ അവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി. എന്നാൽ ഷമീർ ഷാഹിനയെ നെഞ്ചോട് ചേർത്തു. അതെ, അവർ ആ വീട്ടിൽ സുഖസുന്ദരമായി കഴിയുന്നു. എന്നാൽ അതിനിടയിൽ ആ ഒരു അത്ഭുതം സംഭവിച്ചു. അവൾക്ക് വല്ലാത്ത ഓക്കാനം, ഛർദി, ക്ഷീണം. ഇക്ക, എന്താടി എൻ്റെ കുട്ടിക്ക് എന്താ? ഞാൻ എൻ്റെ കുട്ടിൻ്റെ കൂടെയുള്ള ജീവിതം ഉമ്മാക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്തെൻ്റെ കുട്ടിക്ക്? എന്നാൽ അപ്പോഴേക്കും അത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ വയറിൽ അവൻ്റെ കൈകൾ പതുക്കെ പതിഞ്ഞു. ഇക്ക, ആണോ സത്യം? അതെ, അവർ പടച്ചെറുബിനെ സ്തുതിച്ചു. ഷാഹിന ഗർഭിണിയാണ് എന്ന സത്യം അവർ രണ്ടുപേരും അറിഞ്ഞു. അവർ പടച്ചെറുബിനെ സ്തുതിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സ്റ്റോറി നല്ലൊരു ആശയം തോന്നിയപ്പോൾ ഞാൻ നിങ്ങളോടും പങ്കുവച്ചു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.